നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസകൾ നടത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തുന്നു. സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ ആശംസകൾ വായിച്ചതിന് പിന്നാലെയാണ് CPM BJP രഹസ്യബന്ധത്തെക്കുറിച്ച് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തുന്നത്. ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിട്ടുള്ള യോഗി ആദിത്യനാഥ് സർക്കാർ പരിപാടിയിലേക്ക്, പ്രത്യേകിച്ച് CPM-ന്റെ ഭരണത്തിലുള്ള സർക്കാർ പരിപാടിയിലേക്ക് സന്ദേശം അയച്ചത് എന്തിനാണ് എന്നും BJPക്ക് എന്തിന് അയ്യപ്പ ഭക്തരുടെ ഒരു പ്രത്യേക യോഗം നടത്താനുള്ള സാഹചര്യം ഒരുക്കി എന്നതുമാണ് ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് സതീശന്റെ ചോദ്യം. മോദിക്ക് ശേഷം അവരുടെ ഏറ്റവും വലിയ നേതാവ് യോഗി ആദിത്യനാഥാണ്. BJPക്കാർക്ക് പോയി അവിടെ ഇരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും വലിയ കാര്യമായിരുന്നത്. എല്ലാം അപ്പോൾ പൂർണ്ണമാകുമായിരുന്നു. പക്ഷേ അത് അവിടെ ഉണ്ടായില്ല. യോഗി ആദിത്യനാഥ് ആ വിഷയത്തിൽ ഒരു ആശംസ അറിയിക്കുന്നു. പിന്നീട് BJP പ്രവർത്തകർ ആ വിഷയത്തിൽ എതിർത്തുകൊണ്ട് മറ്റൊരു പരിപാടി നടത്തുന്നു. ഇത് ശരിക്കും BJPയുടെയും CPM-ന്റെയും തന്ത്രപൂർവമായിട്ടുള്ള പരിപാടിയാണ് എന്നും ഇത് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ് എന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ നേടുന്നത് പരാജയപ്പെട്ടതിന് ശേഷം ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് മാറിയെന്നാണ് വി.ഡി. സതീശൻ ആരോപിക്കുന്നത്. CPM-നെ പാടെ പരിഹസിച്ചുകൊണ്ട് തന്നെയായിരുന്നു പരാമർശങ്ങൾ. പിണറായി വിജയന് ഏറ്റവും മികച്ച പങ്കാളിയാണ് യോഗി ആദിത്യനാഥ്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതലാണ് പിന്തുടരുന്ന അതേ നിലപാടാണ് അദ്ദേഹം ഇന്നും നടത്തുന്നത്. ഇതിനു മുമ്പ് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു പ്രധാനപ്പെട്ട തന്ത്രം. അത് വിജയിക്കാതെ വന്നപ്പോൾ ഭൂരിപക്ഷ പ്രീണനവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടു കൂട്ടരെന്നുമാണ് സതീശൻ പറയുന്നത്. സർക്കാർ ഒരു ന്യൂനപക്ഷ സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നതായി വന്ന വാർത്തകളെ സൂചിപ്പിച്ച് അദ്ദേഹം ഇത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് ആശ്ചര്യപ്പെടുന്ന കാര്യം തന്നെയാണ്. ആദ്യം അവർ അയ്യപ്പന്റെ യോഗം നടത്തുന്നു, പിന്നെ അവർക്ക് ഭാഗമാകുന്നു, അതിനുശേഷം അവർ ന്യൂനപക്ഷ യോഗം നടത്താൻ പോകുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ മതത്തിന്റെ പേരിലും യോഗങ്ങൾ നടത്താൻ അവരെ അനുവദിക്കുകയല്ലേ വേണ്ടത്? ഇതൊരു തീവ്ര വലതുപക്ഷ പാർട്ടിയല്ലേ, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ തന്റെ വാക്കുകൾ പൂർത്തീകരിച്ചത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇത്തരത്തിലുള്ള നടപടികളെയൊക്കെ എതിർക്കുകയാണ് ചെയ്യുക എന്നും UDF-ന്റെ വോട്ട് ഇതുകൊണ്ടൊന്നും കുറയില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുണ്ടെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയുമെന്നുമാണ് വി.ഡി. സതീശൻ ആവർത്തിക്കുന്നത്. അതേസമയം പരിപാടിയിൽ മന്ത്രി വാസവൻ യോഗിയുടെ ആശംസ വായിച്ചത് വലിയ രീതിയിൽ അന്നു മുതൽ തന്നെ പാർട്ടിക്കുള്ളിലടക്കം വലിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിനു ശേഷം CPM-ൽ ആഗോള സംഘടന സംഗമം ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. മന്ത്രി വാസവന്റെ പിരിവെട്ടിക്കുന്ന ചോദ്യങ്ങളുമായിട്ടാണ് CPM സൈബർ ഗ്രൂപ്പുകളിലൊക്കെ മുതിർന്ന നേതാക്കളടക്കം എത്തിയിരുന്നത്. വേദിയിൽ എന്തിന് യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചു എന്ന് തന്നെയായിരുന്നു ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചതും അതിന്റെ പേരിൽ തർക്കങ്ങളുണ്ടായതും. സഖാക്കൾക്ക് കണ്ടുകൂടാത്ത BJP നേതാവാണ് യോഗി ആദിത്യനാഥ് എന്നിരിക്കെ അദ്ദേഹത്തിന്റെ ആശംസ വലിയ എന്തോ ക്രെഡിറ്റ് കിട്ടിയതുപോലെയാണ് വായിച്ചത്. വർഗീയതയുടെ കൂട്ടുപിടിക്കില്ലെന്ന് പറയുന്ന പാർട്ടി വലിയ പ്രാധാന്യം കൊടുത്ത് യോഗിയുടെ ആശംസ കുറിപ്പ് വായിക്കുമ്പോൾ അതിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ചില സഖാക്കന്മാരുടെ ഏറ്റവും വലിയ വിയോജിപ്പിന് കാരണം. മന്ത്രി വാസവന് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് പല സഖാക്കന്മാരും സൈബറുകളിൽ ചില കുറിപ്പുകളൊക്കെ പങ്കുവച്ചത്. അതേസമയത്ത് ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ അധികം സംസാരമോ പ്രതികരണമോ ഒന്നും നടത്തിയിരുന്നില്ല. നൈസായിട്ട് മുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം മന്ത്രി VN വാസവൻ വായിച്ചതും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയിലൂടെ വിമർശനം നേടുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അമിത പരിഗണന നൽകിയതുമൊക്കെ മറ്റൊരു വിഷയമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എതിർപ്പുയർത്തിയ BJP സംസ്ഥാന നേതൃത്വത്തെ ലക്ഷ്യമിട്ടിട്ടാണ് യോഗിയുടെ ആശംസ വായിച്ചത് എന്നും ഇതിനെതിരെ CPM-ൽ നിന്നാണ് മുറുമുറുപ്പുണ്ടായത് എന്നുമായിരുന്നു അന്ന് പുറത്തുവന്ന സൂചനകൾ. കുംഭമേള നടത്തിയിട്ടുള്ള യോഗിയെ കടിച്ചുകീറിയ കൂട്ടരാണ് CPM. ഖജനാവിൽ നിന്ന് കാശെടുത്ത് ഒരു പ്രയോജനവുമില്ലാത്തത് കുംഭമേള നടത്തി യോഗി ആദിത്യനാഥ് ദൂർത്തടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അവരെ പച്ചയ്ക്ക് തെറിവിളിച്ചവരടക്കം സഖാക്കന്മാരിൽ ഉണ്ട്. അതേ ആളുകളാണ് അല്ലെങ്കിൽ അതേ വിഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് പറയുമ്പോൾ
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതായിരുന്നു വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട തന്തു. യോഗി വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. യോഗിയെ കണ്ടുകൂടാത്ത CPM-കാർക്ക് യോഗിയാണിപ്പോൾ കൂട്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പരിഹാസം. ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുണ്ടായ ഏക ഗുണം ദേവസ്വം മന്ത്രിക്ക് UP മന്ത്രിയുടെ ആശംസ വായിക്കാൻ സാധിച്ചു എന്നുള്ള പരിഹാസമൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അയ്യപ്പ സ്വാമിയെ രാഷ്ട്രീയ നേട്ടത്തിന്റെ വേദിയാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഈ വിഷയത്തിൽ KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയത്. ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ CPM-നെ രൂക്ഷമായി വിമർശിച്ച് NK പ്രേമചന്ദ്രൻ MP-യും രംഗത്തെത്തിയിരുന്നു. വിശ്വാസ സംരക്ഷണത്തിനായി ലോക്സഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചതിന് തന്നെ സംഖ്യയാക്കിയിട്ടുള്ള CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും മാപ്പ് പറയുമോ എന്നായിരുന്നു NK പ്രേമചന്ദ്രൻ ചോദിച്ചത്. 4 വോട്ടിന് വേണ്ടി നയം മാറ്റില്ലെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ നയവും നിലപാടുമൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യവും വന്നുയർന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ CPM ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനാണ് ഈ പരിപാടി നടത്തിയതെന്നാണ് ഏറ്റവും വലിയ അഭിപ്രായം വരുന്നത്. മുൻപ് ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ കൂട്ടുനിന്ന കൂട്ടരാണ് CPM. ഇപ്പോൾ ശബരിമലയെ രാഷ്ട്രീയ വേദിയാക്കി ദുരുപയോഗം ചെയ്യാൻ തുടങ്ങുന്നു. യുവതീ പ്രവേശനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു നൽകിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ ഇന്ന് അതേ ക്ഷേത്രത്തിൽ വികസനത്തിന് വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. കുംഭമേള നടത്തിയ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയ്യപ്പ സംഗമം നടത്തുന്ന പിണറായി വിജയനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിന്റെ BJP-യും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണ് ഇത് എന്നാണ് കഴിഞ്ഞ ദിവസം വ്യക്തമായതെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടത്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും കൃത്യമായൊരു നിലപാട് അറിയിക്കുന്നു.